നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ശതാഭിഷ, 100 വൈദ്യന്മാർ എന്ന് അർത്ഥം വരുന്ന ചതയം എന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ നക്ഷത്രത്തിൻ്റെ ശരദിക്ക് തെക്കാണ്. ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് കടമ്പാണ്, കടമ്പ്. ഈ നക്ഷത്രത്തിൻ്റെ ഭോജ്യവസ്തു എന്ന് പറയുന്നത് സ്വാത്വികമായിട്ട് ചെയ്യുമ്പം ഉപ്പ് ചേർക്കാത്ത അട, തേങ്ങാപ്പാലിലിട്ട രാഹുവിൻ്റെ നിവേദ്യം തന്നെയും, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പൂച്ചമാംസമൊക്കെയാണ്. ഇത് ഒരു കാലത്ത് ചിലപ്പോൾ ചെയ്തിരുന്നതായിരിക്കാം. എന്തായാലും ഗ്രന്ഥത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് പ്രപഞ്ച നിയമങ്ങളുടെയും സമുദ്രത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ ദേവതയായിരിക്കുന്ന വരുണനും. പെൺകുതിരയാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം. മയിലാണ് ഈ നക്ഷത്രത്തിൻ്റെ പക്ഷി. പൂർണ്ണമായിട്ടും അസുരഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം സ്ത്രീ സ്വഭാവമാണ്, സ്ത്രീ ക്വാളിറ്റീസ്. അതായത് മസ്കുലൈൻ എനർജിയെക്കാട്ടിലും കൂടുതൽ ഫെമൈൻ എനർജി, ഇമോഷണലായിട്ടുള്ള ഒരുപാട് അറ്റാച്ച്മെൻറ്റുകളും ഇമോഷണലായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളും ഇമോഷണൽ ബ്രെയിനിനെ അല്ല ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ചതയ നക്ഷത്രക്കാർ എന്നുള്ളതാണ്. ദിക്ചാരം എന്ന് പറയുന്നത് മധ്യമചാരിയാണ്. ആകാരം ഗോളാകാരമാണ്. ഊർധ്വമുഖ നക്ഷത്രവും ചരചലനവുമാണ് ധ്രുവസ്ഥിരാദി എന്ന് പറയുന്നത്. ശുഭാശുഭങ്ങൾ ചിന്തിക്കുമ്പം ഒരു സാധാരണമായി ചിന്തിക്കാവുന്ന, ദോഷമുള്ളതോ എന്നാൽ ഒരുപാട് നല്ലതോ അല്ല, സാധാരണ ആയിട്ടുള്ള ഒരു നക്ഷത്രവും. ആകാശഭൂതത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ സംഖ്യ 100 100 ആണ്. ഈ നക്ഷത്രത്തിൻ്റെ വിഷഘടി എന്ന് പറയുന്നത് 18 നാഴിക മുതൽ 22 നാഴികയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 20 മുതൽ 30 നാഴിക വരെയും, അമൃതഘടി എന്ന് പറയുന്നത് 42 നാഴിക മുതൽ 46 നാഴിക വരെയും ആവുന്നു. രാശിചക്രത്തിലെ 24ാമത്തെ നക്ഷത്രം, ഓർഡറിൽ പറഞ്ഞാൽ 24, അഭിജിത്തൂടെ ചേർത്ത് 25ാമത്തെ നക്ഷത്രം. നമ്മൾ അഭിജിത്ത് നോക്കുന്നില്ലല്ലോ. അപ്പം രാശിചക്രത്തിലെ 24ാമത്തെ നക്ഷത്രം കുംഭൻ രാശിയുടെ 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 20 ഡിഗ്രി വരെ ഭാഗത്ത് ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് വിസ്തരിച്ച് കിടക്കുന്ന 13 ഡിഗ്രി 20 മിനിറ്റുള്ള അതിബൃഹത്തായിട്ടുള്ള നക്ഷത്ര സമൂഹം. താടിയാണ് ഈ നക്ഷത്രത്തിൻ്റെ ശരീരഭാഗം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസ്. രാഹുവാണ് ഈ നക്ഷത്രത്തിൻ്റെ സ്റ്റാർ ലോഡ്. ആ നക്ഷത്രത്തിൻ്റെ രാശി ലോഡ് എന്ന് പറയുന്നത് ശനിയും. അപ്പം നമുക്ക് ഈ നക്ഷത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ചതയം നക്ഷത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തത്, എനിക്ക് ഫസ്റ്റായിട്ട് പറയാനുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് നിഗൂഢ സ്വഭാവം, സീക്രട്ടീവ് നേച്ചറാണ് ചതയ നക്ഷത്രത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ക്വാളിറ്റികളിൽ ഒരു സ്വഭാവം. ചതയ നക്ഷത്രക്കാരെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണെന്നാണ് പറയുന്നത്. ഇവർ തങ്ങളുടെ യഥാർത്ഥ ചിന്തകളും വികാരങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർ പലപ്പോഴും മികച്ച രഹസ്യ സൂക്ഷിപ്പുകാരായിരിക്കും എന്നുള്ളതാണ്. വളരെ നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. എന്നോട് വളരെ നന്നായി ഇടപെടുന്ന, വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ആൾക്കാരാണ് ഇവർ എന്നുള്ളതാണ്. പലപ്പോഴും ഇവരുടെ ഈ ഒരു നിഗൂഢ സ്വഭാവം, ഈ ഒരു സീക്രട്ടീവ് നേച്ചർ കാരണം ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ യഥാർത്ഥ ചിന്തകളും വികാരങ്ങളും ഉള്ളിൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാനുള്ള ഒരു നേച്ചർ ഇവർക്കുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് രാഹുവിൻ്റെ നക്ഷത്രവും കൂടി ആയതുകൊണ്ടായിരിക്കാം സ്വതന്ത്ര ചിന്താഗതി എന്നുള്ളതാണ്. നിരീശ്വരവാദമല്ല കേട്ടോ, അതല്ലാതെ സ്വതന്ത്ര ചിന്താഗതി. നിരീശ്വരവാദം ഉള്ളവരും ചിലപ്പോൾ ആയിരിക്കും, ആവുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒരാൾ നിരീശ്വരവാദി, ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ അവർ തയ്യാറായാൽ, നിരീശ്വരവാദിയായാൽ എന്താ, ഈശ്വരവാദിയായാലും എന്താ പ്രശ്നം?
അവരെ കൊണ്ട് സമൂഹത്തിനും ചുറ്റുപാടുള്ളവർക്കും ദോഷമൊന്നും വരാതിരുന്നാൽ മതി. അത് ഈശ്വരവാദിയെ കൊണ്ടും ഉണ്ടാവാൻ പാടില്ല, നിരീശ്വരവാദിയെ കൊണ്ടും ഉണ്ടാവാൻ പാടില്ല. ആ ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഏതൊരു പാതയെയും സ്വീകരിക്കാൻ. സ്വതന്ത്ര ചിന്താഗതി എന്ന് പറയുന്നത് അൺകൺവെൻഷണലായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കാം. ചിലപ്പം ഒട്ടും ഈശ്വരീയ താല്പര്യങ്ങളില്ലാതിരുന്നൊരു ഫാമിലിയിൽ ജനിച്ചിട്ട് അവിടെ നിന്നും അൺകൺവെൻഷണലായിട്ടുള്ളൊരു രീതിയിൽ സഞ്ചരിക്കുന്നവരാവാം. അല്ലെങ്കിൽ വളരെ ട്രഡീഷണലായിട്ട് പാരമ്പര്യമായ രീതിയിൽ ഫോളോ ചെയ്തിട്ട് അവിടെ നിന്ന് മാറിയിട്ട് അൺകൺവെൻഷണലായിട്ട് മാറുന്നവരും ആവാം. മറ്റുള്ളവർ സാധാരണ ആളുകൾ ചിന്തിക്കുന്നതിൽ നിന്ന് ഒരുപാട് മാറി ചിന്തിക്കുന്ന ഒരു രീതി. രാഹുവിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവർ പാരമ്പര്യമായിട്ടുള്ള വഴികളിൽ നിന്ന് മാറി ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു അൺകൺവെൻഷണലായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. സമൂഹത്തിൻ്റെ പൊതുവായ രീതികളിൽ, പൊതുവായ നിയമങ്ങളിൽ അന്ധമായി വിശ്വസിക്കുവാനോ അതിനനുസരിച്ച് ഫോളോ ചെയ്യാനോ പലപ്പോഴും ഇവർക്ക് മടിയാവുകയും ചില സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരുമായ ഒരു തർക്കത്തിനോ ജോലിസ്ഥലങ്ങളിലോ വീട്ടിലോ ചുറ്റുപാടുകളിലോ ഒക്കെ തർക്കത്തിനോ ഒക്കെ കാരണമാവാനുമുള്ളൊരു സാധ്യത വളരെ കൂടുതലും ആണ്. പക്ഷെ പലപ്പോഴും ഈ ഒരു സ്വതന്ത്ര ചിന്താഗതി ഇവരെ നല്ല റിസർച്ചേഴ്സും ഇവരുടെ ആ ഇഷ്ടമുള്ള മേഖലയിൽ ഒരു ഇഷ്ടം വരുമല്ലോ, അതിപ്പോൾ ഈശ്വരവാദമാവാം, നിരീശ്വരവാദമാവാം, ഫിലോസഫീസ് ആവാം, ആർട്ടിസ്റ്റ് ആവാം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാവാം, എന്തും ആവാം. അവരാ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ ഈ ഒരു അന്ധമായി പിന്തുടരാൻ തയ്യാറാവാതെ ഇവരുടെ സ്വതന്ത്രമായ ഒരു അന്വേഷണം, ഇവരുടേതായ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആ ഏരിയയിൽ നടക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അടുത്ത ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഗവേഷണ താല്പര്യമാണ്. ഇവർക്ക് ആഴത്തിലുള്ള അറിവ് നേടാൻ താല്പര്യം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നുണ്ട്, ശാസ്ത്രങ്ങൾ, ജ്യോതിഷം, ഈശ്വരോപാസന, അല്ലെങ്കിൽ ഏത് മേഖലയും ആയിക്കോട്ടെ. ഇപ്പം നമുക്കതുമായിട്ടാണല്ലോ കൂടുതൽ എളുപ്പം. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ, മനോരോഗ ചികിത്സ തുടങ്ങിയിട്ടുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ, മാജിക്ക്, രഹസ്യ വിഷയങ്ങൾ, അതുപോലെ രഹസ്യ അന്വേഷണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്കൊരു പ്രത്യേക കഴിവും താല്പര്യവും ഉണ്ടായിരിക്കും. ഇവരുടെ പലപ്പോഴും പല കാര്യങ്ങളിലുള്ള അസസ്മെൻറ്റ് ഭയങ്കര കറക്റ്റായിരിക്കും, വളരെ കൃത്യമായിരിക്കും എന്നുള്ളതാണ്. അടുത്ത ഇവരുടെ ഒരു ക്വാളിറ്റി, ചതയക്കാരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏകാന്തപ്രിയരാണ് എന്നുള്ളതാണ്. ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന ചിലവർക്കാണെങ്കിൽ, ചില ആൾക്കാരെ നമ്മളെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ, മെഡിറ്റേഷനൊക്കെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശ്വര സാധനയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പലരും പറയുന്നൊരു പേടി കണ്ണടച്ചിരിക്കാൻ പേടിയാണ്, ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ചില ഫോബിയകൾ അവരുടെ ഉള്ളിൽ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലുള്ളത് കൊണ്ട് പലർക്കും മാനസികമായിട്ടൊരു ഭയം ഉണ്ടാകും. കണ്ണടച്ചിരിക്കാനും ഒറ്റയ്ക്കിരിക്കാനും ഈശ്വരകാര്യം നാമം ജപിക്കാനും കണ്ണടച്ചൊക്കെ ഇരിക്കാൻ പേടിയായിരിക്കും. അപ്പം കണ്ണടച്ചിട്ട് നാമം ചെല്ലാനും ഒറ്റയ്ക്കിരിക്കാനൊക്കെ പേടിയായിരിക്കും. ഇവർക്ക് വളരെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഏകാന്തതയെ ഇഷ്ടപ്പെടുകയും പ്രകൃതിയെ ഇഷ്ടപ്പെടുകയും ഒറ്റയ്ക്കൊരു റൂമിലിരിക്കാൻ ഇഷ്ടപ്പെടുകയും ആൾക്കൂട്ടത്തിൽ നിന്നും വലിയ വലിയ തിരക്കുകളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി ഇരിക്കാനും ആഴത്തിലുള്ള അവർക്കിഷ്ടമുള്ള മേഖലകളിൽ ചിന്തിക്കാനും ധ്യാനിക്കാനും സാധന ചെയ്യാനുമൊക്കെ സമയം കണ്ടെത്തുന്നവരാകും എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഈശ്വരനോടും പ്രകൃതിയോടുമുള്ള ഒരു അടുപ്പവും അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിതവും അതിനോടൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിരിക്കും. ശ്രീനാരായണ ഗുരുദേവനൊക്കെ ജനിച്ച നക്ഷത്രമാണ് ചതയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ബലമുള്ള ചതയക്കാരാണെങ്കിൽ, നല്ല ബലവും ജാതകവും വ്യാഴവും ഒക്കെ നന്നായി ബലപ്പെട്ട ഈ നീചം വിട്ടു വരുന്ന രാശിയും കൂടെ ആയതുകൊണ്ട് കുംഭവ്യാഴം എന്ന് പറയുന്നത് വളരെ ബലപ്പെട്ട വ്യാഴമൊക്കെ ജാതകത്തിലുള്ളവരാണെങ്കിൽ, വരുണൻ്റെ സ്വാധീനവും ജാതകത്തിൽ വ്യാഴബലവും ഒക്കെയുള്ള ചതയക്കാരാണെങ്കിൽ സത്യസന്ധരും തത്വദീക്ഷയുള്ളവരുമായിരിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ അവർക്ക് അവരുടേതായ ഒരു ഫിലോസഫി ഉണ്ടെങ്കിൽ തന്നെയും ഒരു ധാർമ്മിക മൂല്യങ്ങൾ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ഇൻറ്റൻഷൻ ഉള്ളവരായിരിക്കും എന്നുള്ളതാണ്. കൃത്യമായി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവരവരുടേതായ രീതിയിൽ. പക്ഷേ ഇവരുടെ തത്വബോധം, ഇവരുടെ ധർമ്മബോധം ഇവരവതരിപ്പിക്കുന്നത് പലപ്പോഴും വളരെ കർക്കശമായിട്ടുള്ളൊരു രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അത് പലപ്പോഴും അത്ര സുഖമല്ല. അത് നമുക്ക് പിന്നീട് നെഗറ്റീവ്സിനകത്ത് പറയാം, നെഗറ്റീവ് എഫക്ട്സിനകത്ത് പറയാം. അടുത്തത് സുഖപ്പെടുത്താനുള്ള കഴിവ്, ഹീലിംഗ് എബിലിറ്റിയാണ്.
ശതാഭിഷ, 100 വൈദ്യന്മാർ എന്ന പേര്. ഇവർക്ക് മറ്റുള്ളവരുടെ മാനസികമായ ദുഃഖങ്ങളോ ശാരീരികമോ മാനസികമായ മുറിവുകളോ സുഖപ്പെടുത്താനോ ഒരു ജന്മസിദ്ധമായ കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇവരോട് അടുത്ത് നിൽക്കുന്നവർക്കൊരു ഇവരെ ടേക്ക് കെയർ ചെയ്യും, ഇവർ മറ്റുള്ളവരെ കേൾക്കും, ഇവരുടെ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം അവർ വിഷമമൊക്കെ പറഞ്ഞ് ആ ജീവിതത്തെ അനലൈസ് ചെയ്തിട്ട് വളരെ സ്നേഹത്തോടും ശകാരിച്ചും ഒക്കെ ആ 100 വൈദ്യന്മാരെ പോലെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവൊക്കെ ഇവർക്കുണ്ടാകും. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ, ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ദോഷഫലങ്ങളും വെല്ലുവിളികളെക്കുറിച്ച് നോക്കാം. ബാഡ് എഫക്ട്സ് ആൻഡ് ചാലഞ്ചസ്. ഒന്നാമത്തത് ഏകാന്തതയും ഒറ്റപ്പെടലും. ഒരു ഡാർക്ക് സൈഡാണ് ചതയക്കാരുടെ. കാര്യങ്ങളെ മറച്ചു വെക്കുന്ന രീതിയും ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഇവരുടെ ആഗ്രഹങ്ങളും പലപ്പോഴും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുകയും കടുത്ത ഏകാന്തതയിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഒരു തോന്നൽ ഇവർക്ക് വളരെ ശക്തമായിട്ടുണ്ടാകും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നല്ല കാലങ്ങളിൽ പലപ്പോഴും ആ ഒറ്റയ്ക്കിരുന്ന് സൂഹിക്കാൻ നോക്കുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് കൂടുതലായിട്ട് ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ അത് ചെയ്തു തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും ഒക്കെ ഇവർക്ക് ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ സ്വന്തം കാര്യം നോക്കാൻ അസാധ്യമായ കഴിവുള്ളവരാണ് ഇവർ എന്നുള്ളതാണ്. ഇവരുടെ കുടുംബം, ഇവരുടെ വീടും ഇവരുടെ വീട്ടിലെ ക്രൈസിസുകൾ, ഇതൊക്കെ ഇവർ അസാധ്യമായിട്ട് ഇവരുടെ മെറ്റീരിയൽ കാര്യങ്ങൾ ഇതെല്ലാം അസാധ്യമായി ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇപ്പോൾ ജോലിയും വീടും ഇതെല്ലാം കൂടെ നോക്കി കൊണ്ടുപോകാൻ കഴിവുള്ളവരാണിവർ. പക്ഷേ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഇവർക്കെപ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തേത് ഒരു മോശം സ്വഭാവമായിട്ട് തോന്നുന്നത് മെലൻകൊളിയാണ്, അതായത് വിഷാദ പ്രവണത. മെലൻകൊളി അഥവാ വിഷാദ പ്രവണതയാണ്. ഇവരുടെ അന്തർമുഖ സ്വഭാവവും ലോകത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്താരീതികളും ചിലപ്പോൾ ഒരുപക്ഷെ ഇവരെ വിഷാദത്തിലേക്കോ അതായത് ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ നിരാശയിലേക്കോ ഇടപെടുന്ന സാഹചര്യങ്ങളെ തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കി ചിന്തിച്ച് പലപ്പോഴും സൊല്യൂഷൻസ് ഇല്ലാഞ്ഞിട്ട്, ലോജിക്കലും കൂടാണ്, ലോജിക്കൽ സൊല്യൂഷൻസ് ഇല്ലാഞ്ഞിട്ട് ആ ഒരു നിരാശയിലേക്കോ ഒരു ഡിപ്രഷനിലേക്കോ ഒക്കെ പോകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഇതാണ് ദോഷം നമ്പർ 2, ബാഡ് എഫക്ട്സ് ആൻഡ് ചാലഞ്ചസിലെ നമ്പർ 2. മൂന്നാമത്തേത് ദുർവാശിയാണ്. തങ്ങളുടെ ആശയങ്ങൾ ശരിയാണ് എന്നുള്ളത് ഇവർ ശക്തമായി വിശ്വസിക്കുകയും, അത് വിശ്വസിക്കണം, എല്ലാവർക്കും അവരവരുടേതായ ആശയങ്ങൾ ശരിയാണെന്ന് തന്നെ വിശ്വസിക്കണം. പക്ഷേ അതിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ച്, പ്രകൃതി അനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതാണെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്തും മുറുക്കെ പിടിക്കേണ്ടതാണെങ്കിൽ മുറുക്കെ പിടിച്ചും, അത് സാഹചര്യം നോക്കിയാണ്. ഭഗവാൻ കൃഷ്ണൻ പറയുന്ന പോലെ അത് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മാറ്റുന്നതാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നതിലും നല്ലത് എങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഭീഷ്മരോട് കൃഷ്ണൻ പറയുന്നുണ്ട്, അങ്ങെടുത്ത ചില ശബ്ദങ്ങൾ അതൊന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങയുടെ മരണത്തിന് ഇത് കാരണമാവില്ലായിരുന്നു. ശിഖണ്ഡിയെ മുൻനിർത്തി അത് പറയുന്നത്. കൃഷ്ണൻ പറയുന്നത് ധർമ്മമാണ് ജയിക്കേണ്ടത് എങ്കിൽ, സത്യമാണ് ജയിക്കേണ്ടതെങ്കിൽ, ഭഗവാൻ പറയുന്നത് ഇന്നലകളിൽ ഞാൻ പറയുന്ന വാക്കുകൾക്ക് മാറ്റിയാൽ എനിക്കുണ്ടാവുന്ന മാനഭയത്തെക്കാട്ടിലും ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അത് മാറ്റാതിരുന്നാൽ ധർമ്മം തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പിടിവാശികൾ അധാർമികമാണ് എന്നുള്ളതാണ്. ഓരോരുത്തരുടെ വീഴ്ചയ്ക്ക് അത് കാരണമാകുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ട സാഹചര്യത്തിൽ അത് ചെയ്യാതിരുന്നാൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതിശക്തമായ വീഴ്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. അത് പലരുടെയും കാര്യത്തിൽ എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്തർമുഖ സ്വഭാവത്തെ ഉള്ളതും
അല്ലെങ്കിൽ ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ ഇരിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ അമിതമായ ദുർവാശി എപ്പോഴായാലും നാശത്തിന് കാരണമാകത്തുള്ളൂ. അതുകൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്താണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു വലിയ ജീവിത പാഠമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു ബാഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് ആയിട്ട് ഇവർക്ക് വരാൻ സാധ്യതയുള്ളത് വിചിത്രമായിട്ടുള്ള പെരുമാറ്റമാണ്. രാഹുവിൻ്റെ സ്വാധീനം കാരണമായിരിക്കാം ചിലപ്പോൾ ഇവർ വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നത് കാണാം. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പ്രവചനാതീതമായിട്ടും പെരുമാറുന്നത് കാണാം. ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സ്വാഭാവികമല്ലേ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആസക്തികൾക്ക് വരുന്ന സാധ്യതയാണ്. വരുണൻ ജലത്തിൻ്റെ കാരകനാണ്. രാഹു അപരിചിതമായതിൻ്റെയും ഫാൻറ്റസികളുടെയും കാരകനാണ്. ഇവർ ഒന്നിക്കുന്ന സമയമായതുകൊണ്ടും ഒന്നിക്കുന്ന സ്ഥലമായതുകൊണ്ടും ഒരു രഹസ്യ സ്വഭാവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ആസക്തികളിൽ വീഴാനോ ലഹരി പദാർത്ഥങ്ങളിലോ അങ്ങനെയൊക്കെ രാഹുവിൻ്റെ കാരകത്വത്തിലുള്ള ആസക്തികളിൽ വീഴാനോ, അതായത് ചില അഡിക്ഷനുകളിൽ വീഴാനോ അടിമപ്പെടാനോ പ്രണയം പരാജയപ്പെടാനോ ഫെയില്യുവർ ആവാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നൊന്തിരിക്കുന്ന സമയത്ത് അനാവശ്യമായ ചില പ്രണയത്തിൽ പോയി പെട്ട് പരാജയപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അത് മാത്രമല്ല ഇമോഷണൽ അഡിക്ഷൻ, അതുപോലെ തന്നെ സൈക്കഡെലിക്സ് പോലുള്ള സാധനങ്ങളിലുള്ള അഡിക്ഷൻസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഡിക്ഷൻസൊക്കെ, ആൽക്കഹോൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, പിന്നെ നിങ്ങളുടെ ഇഷ്ടം, അത് സൂക്ഷിക്കുക. ഇനി ഈ നക്ഷത്രത്തിൻ്റെ കാർമിക് ലെസൺസ് നോക്കാം. എന്തിനാണ് ഇവർ ജനിച്ചത്, എന്തുകൊണ്ട് ഇവർ ഈ നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ളതൊക്കെ കാർമിക് ലെസൺസ് നമുക്ക് നോക്കാം. ചതയൻ നക്ഷത്രത്തിൻ്റെ കർമ്മപരമായിട്ടുള്ളൊരു സിമ്പൽ, ഈ നക്ഷത്രത്തിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ വട്ടമാണ്, ഒരു വൃത്തമാണ്. ഞാൻ അസ്ട്രോളജിയുടെ നമ്മുടെ നക്ഷത്ര സീരീസിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നു, നമ്മൾ ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ച് ചെയ്തിട്ടുള്ളത്. അത് ആ ഭൂമിയിൽ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഒരു ദൈവാധീനമുണ്ട്. ഇങ്ങേ അറ്റത്ത് കേരളത്തിൽ കിടക്കുന്ന ഞാൻ, അങ്ങേ അറ്റമായിരിക്കുന്ന ദേവഭൂമിയായിരിക്കുന്ന ഉത്തരാഖണ്ഡിൽ വെച്ച്, ഋഷിഭൂമിയല്ലേ, അവിടെ വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ ആ വീഡിയോയിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അതിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരേപോലെ ചതയക്കാരിൽ ആവർത്തിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിനകത്ത് കുറേ കാർമിക് ലെസൺസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ശൂന്യതയെയും അതിരുകളെയും സൃഷ്ടിച്ചേക്കാം എന്നുള്ളതാണ്. വൃത്തമല്ലേ സിമ്പിൾ, അപ്പം എന്ന് പറയുന്നത് അതിനൊരു ശൂന്യതയുണ്ടാവും, അതിനൊപ്പം തന്നെ ഇതിനൊരു അതിരുമുണ്ടല്ലോ വൃത്തത്തിന്. അതുകൊണ്ട് തന്നെ ഇവർ തങ്ങളുടെ വ്യക്തിപരമായ ലോകം എപ്പോഴും സംരക്ഷിച്ച് നിർത്താൻ ഇവർ ശ്രമിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിവർക്ക് എപ്പോഴും ദുഃഖവേ തരത്തുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അതിർവരമ്പുകളുടെ ആ അതിരിൻ്റെ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ്. ഇവരുടെ ആ ശൂന്യത എന്ന് പറയുന്നത് കർമ്മപരമായിട്ടുള്ള ഒരു ചെറിയ ലോകത്തിനുള്ളിൽ ഒതുങ്ങേണ്ടതല്ല എന്നുള്ളതും, ശൂന്യത എന്നുള്ളത് അനന്തമായിട്ടുള്ള ഒരു വലിയ സാധ്യതയുടെ സ്ഥലമാണ്. അതായത് ഇൻഫിനിറ്റ് റേഡിയസിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വൃത്തമാണ് അവിടെ ഉള്ളത്. അത് എത്രത്തോളം ചുരുങ്ങുന്നോ അതിനനുസരിച്ച് ഇവർ ചെറുതാവുകയും എത്രത്തോളം വലുതാവുന്നു അതിനനുസരിച്ച് ആ ശൂന്യമായ ആ സ്ഥലം, നടുക്കുഭാഗം, ഇവരുടെ അറിവുകളെ, അനന്തമായിട്ടുള്ള ഇവരുടെ സാധ്യതകളുടെ ഉറവിടമാണ് എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കർമ്മപരമായ പാഠം. നമ്പർ 2, സ്വയം സുഖപ്പെടുത്തുക, എന്നിട്ട് മറ്റുള്ളവരെയും സുഖപ്പെടുത്തുക. 100 വൈദ്യന്മാർ എന്ന പേര് ഒരു കർമ്മപരമായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഒരു ചതയം രക്ഷപ്പെട്ടാൽ 100 പേര് രക്ഷപ്പെടും എന്നാണ്. തങ്ങളുടെ ഏകാന്തത, തങ്ങളുടെ
എന്താ പറയുക, തല്ലിപ്പൊളി സ്വഭാവങ്ങൾ, തങ്ങളുടെ അലമ്പ് നേച്ചറുകൾ, വിഷാദ രോഗം, ഒറ്റയ്ക്ക് ഇരുന്ന് മടി പിടിച്ചിരിക്കുന്നത്, ഇതെല്ലാം മാറ്റി സ്വയം മനസ്സിലാക്കി ഇവർ പുറത്തേക്ക് ചാടിയാൽ 100 പേരെ രക്ഷപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് ഇവർക്ക് വരാൻ പറ്റും എന്നുള്ളതാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏകാന്തതയും ഡിപ്രഷനും ഒക്കെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് മാറി അതിൽ നിന്ന് ചാടി മുന്നോട്ട് പോവുക. ഇന്നത്തെ കാലത്ത് ട്രോമ, ചൈൽഡ്ഹുഡ് ട്രോമ, അല്ലെങ്കിൽ മിഡ് ലൈഫ് ട്രോമ, റിലേഷൻഷിപ്പ് ട്രോമ, ടീച്ചേഴ്സിൽ നിന്നുണ്ടാകുന്ന ട്രോമ ഒക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അങ്ങനെ ട്രോമ ഇല്ലാതെ ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ളത് വളരെ കൊച്ചു കുഞ്ഞുങ്ങളെ മാത്രമേ ഉള്ളൂ. അതായത് ഈ പ്രസവിച്ച് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഈ പറയത്തക്ക ട്രോമാസ് ഒന്നും ഇല്ലാത്ത ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു വയസ്സ് വരെയൊക്കെയുള്ള നമ്മളെടുത്തുകൊണ്ട് നടക്കുന്ന തീരെ കുഞ്ഞുങ്ങൾ. അല്ലാതെ തിരിച്ചറിവ് വന്നിട്ടുള്ള ആർക്കാണ് ട്രോമ ഇല്ലാതെ ജീവിതത്തിൽ ക്രൈസിസുകളെ ഫേസ് ചെയ്യാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാളാവുള്ള? ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പം, ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഈ ഓരോ നാടുകളിലൂടെയും സഞ്ചരിക്കുമ്പം ഓരോ പ്രതിസന്ധികളിലൂടെയുമാണ് ഓരോ മനുഷ്യർ കടന്ന് അവരുടെ വിജയങ്ങൾ കണ്ടെത്തുന്നത്. എന്തിനാണ് നോക്കുന്നത്? ഈ മനുഷ്യരെ മാത്രം നോക്കണ്ട. നമ്മുടെ നാട്ടിൽ, ഇപ്പം ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ധാരാളം വേപ്പ് കാണാം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. റോഡ് സൈഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വൃക്ഷമാണ് വേപ്പ്, ആര്യവേപ്പ്. നമ്മുടെ നാട്ടിലെ ആര്യവേപ്പിൻ്റെ ഇലയും അവിടുത്തെ വേപ്പിൻ്റെ ഇലയും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഈ വെയിലത്ത് നിന്ന് വെള്ളം കുറച്ച് മാത്രം കിട്ടി അവിടുത്തെ കാലാവസ്ഥയിൽ സർവൈവ് ചെയ്ത് വന്നതിൻ്റെ ഒരു പരുക്കൻ നേച്ചർ ആ വേപ്പിനുണ്ടാവും. എന്ന് വെച്ചാൽ അതിന് ഔഷധ ഗുണമില്ലെന്നാണോ? അത് സർവൈവ് ചെയ്യുന്നില്ലെന്നാണോ? അതങ്ങനെയാണ്. ജീവിതമാകുമ്പം ആ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതികൾക്കനുസരിച്ച് നമുക്ക് ക്രൈസിസുകളുണ്ടാകും. ഇതിനെല്ലാം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഹീൽ ചെയ്ത് പുറത്ത് ചാടുക എന്നുള്ളത്. അതങ്ങ് ഇങ്ങനെ ആസ്വദിച്ചത് എനിക്ക് ഇങ്ങനെയുണ്ട്. ഓക്കെ, ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തല്ലോ. അത് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ പുറത്ത് വരണം. പുറത്ത് വരാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കത് വലിയ പാടായിരിക്കും. കാരണം നിങ്ങളുടെ ലൈഫ് എന്നേക്കുമായിട്ട് പോകണം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഞാനായാലും നിങ്ങളായാലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ, ഇതൊക്കെ ആസ്വദിച്ച് ട്രോമയൊക്കെ ഞാൻ ട്രോമയിൽ പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ, അല്ല ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഈ ലോകത്ത് അത് നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമായിരിക്കും. ഞാനോ നിങ്ങളോ ഇല്ല എന്ന് വിചാരിച്ച് ഈ ലോകം മുന്നോട്ട് പോവാതിരിക്കില്ല. നമ്മളൊക്കെ മരിച്ചാൽ തന്നെ കുറച്ച് ദിവസം വീട്ടിലുള്ളവർ കരഞ്ഞവർ, മരിച്ച സമയത്ത് കരഞ്ഞവർ 5-ാമത്തെ ദിവസം സന്തോഷമായിട്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചു പോകും. 16-ാമത്തെ ദിവസം ബലിയിട്ട് പലയിടത്തേക്ക് പോയാൽ പിന്നെ അവർ നമ്മളെ ഓർക്കത്ത് പോലുമില്ല. വർഷത്തിലൊരിക്കലൊരു ബലിയിട്ടാൽ ഇട്ടു ഓർമ്മ ദിവസം പറഞ്ഞിട്ട് കുറച്ച് കാലം ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന ചിലപ്പോൾ അവരൊക്കെ ഒന്ന് ഓർത്തേക്കാം. അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ളവരാരെങ്കിലും, കാമുകനോ കാമുകിയോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ മക്കളോ അങ്ങനെ ആരെങ്കിലും വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരാരെങ്കിലും ഓർക്കാം. പക്ഷെ അവരും ജീവിക്കും. അവർക്ക് മനുഷ്യൻ ജീവിച്ചേ പറ്റൂ. അവർ മുന്നോട്ട് പോകും. അപ്പം ഈ ലോകത്ത് നമ്മളില്ലെങ്കിലും ഈ ലോകം മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ജീവിതം. ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതല്ല മാത്രമാണ് ജീവിതത്തിനൊരു വിലയുമില്ല, ജീവിതത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ ആധുനിക ലിറ്ററേച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ. 2-ാം ലോകമഹായുദ്ധത്തിനും 1-ാം ലോകമഹായുദ്ധത്തിനൊക്കെ ശേഷം വന്നിട്ടുള്ള മോഡേൺ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പല ഫിലോസഫികളിലുമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഏത് പുരാണങ്ങളും എടുത്തു നോക്കിയോ, അതിനകത്ത് ആർക്കാ ക്രൈസിസ് ഇല്ലാത്തത്? ആരാണ് എല്ലാ ഗുണങ്ങളോടും കൂടി രക്ഷപ്പെട്ടുള്ളത്? കൃഷ്ണൻ ക്രൈസിസ് അനുഭവിച്ച ആളല്ലേ? രാമൻ ക്രൈസിസ് അനുഭവിച്ച ആളല്ലേ? അർജുനൻ ആരാ ക്രൈസിസ് അനുഭവിക്കാത്തത്? പഞ്ചപാണ്ഡവന്മാർ, ഹനുമാൻ, ആരെ വേണേലും എടുത്തു. ഈവൻ രാവണൻ പോലും പല സമയത്ത് ക്രൈസിസ് അനുഭവിച്ചിരുന്ന ആളാണ്. അസുരന്മാരെ എടുത്തുള്ളൂ. അസുരന്മാരെ ക്രൈസിസ് അനുഭവിച്ചിട്ടുള്ള ആളല്ലേ? നെഗറ്റീവായിട്ട് നമ്മൾ പറയുന്ന പണ്ടാസുരനായിക്കോട്ടെ, മഹിഷാസുരനായിക്കോട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ വേദന അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരായാലും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്ക് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒരുപോലെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് അവർ അവരുടേതായ രീതിയിൽ ജീവിതത്തിൽ വിജയിച്ച് കയറി വരുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കൊതു കടിച്ചതിൻ്റെ ഇതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്, കാരണം കൊതു കടിച്ച ട്രോമ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് ഉണ്ടാവും. കൊതു കടിച്ചൊരു വേദനയുണ്ട്, ഒരു മുറിവുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ?
കുറച്ച് ദിവസമൊക്കെ കുഴപ്പം, അത് കഴിഞ്ഞ് നഷ്ടമാർക്കാണ്, അവരവർക്കാണ്. ഹീൽ ചെയ്യാൻ ഹീലിംഗ് പർപ്പസുമായിട്ട് വരുന്നവർ ഉണ്ടാവും, ഹീലേഴ്സായിട്ടുള്ള ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ അസ്ട്രോളജേഴ്സ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലേഴ്സ്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ എത്ര കാലം? ഒരു സപ്പോർട്ട് നല്ലതാണ്, നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ. പക്ഷേ ഏറ്റവും വലിയ ഹീലിംഗ് എന്ന് പറയുന്നത് അവനവനെ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സപ്പോർട്ട് കിട്ടി കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ അതിലങ്ങ് ഊന്നരുത്. ഒരു നമുക്ക് കൈയും കാലും ഒക്കെ ഒടിയുമ്പം പകരം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉപയോഗിക്കും. പക്ഷെ എന്നും അതിനെ പിടിച്ചുകൊണ്ട് ആ ഒരു സപ്പോർട്ടിങ് സ്റ്റിക്കിനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കരുത്. അത് മാറി കുറച്ച് കാലം അത് നല്ലതാണ്. അത് മാറി നമ്മൾ തന്നെ സ്വയം നിൽക്കാനും നടക്കാനും പഠിക്കണം. ഇപ്പം ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഒഴിഞ്ഞു മാറാതെ സ്വയം ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും മാർഗം, എല്ലാവരും ചെയ്യേണ്ടതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചതയ നക്ഷത്രക്കാർ സ്വയം സുഖപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്വയം സുഖപ്പെടുത്തിയാൽ, സ്വയം കയറി വന്നാൽ, സ്വയം ജീവിതത്തിൽ വിജയിച്ചാൽ, ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കാരണം 100 പേർക്ക് 100 പേർക്ക് ഗുണമുണ്ടാകും എന്നുള്ള ഉറപ്പാണ് കുറഞ്ഞത്. അപ്പോൾ അതൊരു കർമ്മ നിയോഗമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ കുറച്ച് മെച്യൂരിറ്റിയോടുകൂടി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് നിഗൂഢതയുടെ തിരശീല മാറ്റുക എന്നുള്ളതാണ്. ഇവരുടെ കർമ്മപരമായിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് നിഗൂഢതയും നമ്മുടെ ഭൗതിക ലോകവും അതിലെ ബന്ധങ്ങളും തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥ കണ്ടെത്തുക എന്നുള്ളതാണ്. ആന്തരികവും ബാഹ്യവും തമ്മിലൊരു ചേർച്ചക്കുറവ് എപ്പോഴും ഉണ്ടാകും. പൂർണ്ണമായി ഒളിച്ചിരിക്കുന്നത് ഇവരെ ഒരു ഏകാന്തതയിലേക്കും എല്ലാം തുറന്നു കാണിച്ച് പുറത്തേക്കിറങ്ങിയാൽ ബലഹീനതയായും ചൂഷണം ചെയ്യപ്പെടുകയും അതുനിമിത്തം വലിയ വേദനകൾക്ക് കാരണമാകുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ആ അതിർവരമ്പ് എവിടെ വെക്കണം എന്നുള്ളത് പഠിക്കുക. എപ്പോൾ, ആരോട്, എങ്ങനെ, എത്രമാത്രം വെളിപ്പെടുത്തണം എന്ന് പഠിക്കുക എന്നത് ഇവരുടെ ജീവിതത്തിലെ പ്രധാന കർമ്മപാഠമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തത് സത്യത്തെ കണ്ടെത്തുക എന്നുള്ള ജീവിത ദൗത്യമാണ്. വരുണൻ പ്രപഞ്ച സത്യത്തിൻ്റെ ദേവതയാണ്, കടലിൻ്റെ ദേവതയാണ്. കടൽ പോലെ വിസ്തരിച്ച് കിടക്കുന്നതും അറിയാത്തതും, എത്ര മുകളിൽ കാണുന്ന പോലെയല്ല, ആഴം തോറും മുകളിൽ ഭയങ്കരമായി തിളച്ച് മറിയുന്നുണ്ടെങ്കിലും, ഇങ്ങനെ മുകളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരമാലകൾ അടിച്ച് മറിയുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് ഒരു വലിയ മായാലോകമാണ്. അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം എങ്ങനെയാണെന്ന് ആർക്കും ഒരു ധാരണയുമില്ല. അതുപോലെ തന്നെ മായാപ്രഭാവത്തിൻ്റെ സഹസ്രസ്വരൂപനായിരിക്കുന്ന, സഹസ്രഫണത്തോടു കൂടിയിരിക്കുന്ന അനന്തമായ അനന്തൻ്റെ, വിഷ്ണു ഭഗവാന്റെ മെത്തയാവുന്ന അനന്തൻ്റെ, കാലത്തിൻ്റെ കാരകനായിരിക്കുന്ന രാഹുവും, വരുണൻ പ്രപഞ്ച സത്യത്തിൻ്റെ ദേവനെ, വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ ദേവതയായിരിക്കുന്ന വരുണനും കൂടെ ഒരുമിച്ച് യോഗം ചെയ്യുന്ന ഇതായതിനാൽ ലോകത്തിൻ്റെ മായക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ സത്യങ്ങളെ മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. കാരണം എന്തിൻ്റെ ഒരു രഹസ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്കൽ സൈഡ്, അല്ലെങ്കിൽ അതിനുള്ളിലിരിക്കുന്ന ഒരു കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ ഇവർക്കൊരു അസാധ്യമായ കഴിവുണ്ട്. പലപ്പോഴും പക്ഷേ അതിനുവേണ്ടി പോകുന്ന സമയത്ത് ഈ മായാപ്രഭാവത്തിന് ഇതിൻ്റെ സത്യം അന്വേഷിക്കാൻ പോകുമ്പോൾ അറിയാതെ ചിലപ്പോൾ ഈ ഇല്യൂഷൻസിനകത്തൊക്കെ അങ്ങ് പെട്ടുപോകും. പലതിലേക്കും പെട്ടുപോകും. അങ്ങനെ പെട്ടുപോയവരങ്ങ് വല്ലാതായി പോകുന്നത്. പക്ഷേ അതിലേക്കൊന്നും പെട്ടുപോകാതെ മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ആത്യന്തികമായിട്ടുള്ള ഏതൊരു ജീവിയുടെയും ലക്ഷ്യം മോക്ഷമായതുകൊണ്ട് ഭാരതീയ സിദ്ധാന്തങ്ങളെ, ഋഷി സിദ്ധാന്തങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ശാസ്ത്രം നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മോക്ഷമാണ്, സെൽഫ് റിയലൈസേഷനാണ്
അൾട്ടിമേറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ മായകളിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത്. അതിലേക്ക് പോകേണ്ട ക്ഷേത്രങ്ങളും ഏറ്റവും ബേസിക് ലെവലിൽ സാധന ചെയ്തു തുടങ്ങുകയും കർമ്മക്ഷയത്തിനായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചതയ നക്ഷത്രം, നമ്മൾ 6th ഹൗസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസിലേക്ക് വന്നപ്പോൾ 6th ഹൗസിൽ പറയുമ്പം ചതയ നക്ഷത്രത്തിൻ്റെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചതയ നക്ഷത്രത്തിൻ്റെ താടിയാണല്ലോ ചതയ നക്ഷത്രം പറയുന്ന ശരീരഭാഗം. അപ്പം താടിയിലുണ്ടാവുന്ന രോഗങ്ങൾ, കണങ്കാലിലുണ്ടാവുന്ന നീര്, ഒടിവ്, പൊട്ടൽ മുതലായവ, കണങ്കാലിലെ മാംസപേശികളിലെ രോഗങ്ങൾ, രക്തവാഹിനികളിലുള്ള രോഗങ്ങൾ, സന്നിപാത ജ്വരം, വിഷമജ്വരം, ഹൃദയസ്തംഭന, രക്തസമ്മർദ്ദം, മുടന്ത്, കൃമിദോഷങ്ങൾ, കുഷ്ഠം മുതലായിട്ട് അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങൾ, അലർജറ്റിക് രോഗങ്ങൾ, അംഗഛേദം, പ്രമേഹം, അതുപോലെ മുട്ടിനൊക്കെ ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, താടിയലിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള ഇവരുടെ വിഷയങ്ങൾ. അപ്പം സന്നിപാത ജ്വരം, അതായത് ആർത്രൈറ്റീസ് ഒക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതായത് ലഗ്നം അവിടെ വീണാൽ, ചന്ദ്രൻ ബലവാനായിട്ട് അവിടെ വീണാൽ, 6ാം ഭാവാധിപൻ അവിടെ വീണാൽ, ചൊവ്വ അവിടെ വീണാൽ, ശനി അവിടെ വീണാൽ, ഇത്രയൊക്കെയാണ് 6ാം ഭാവത്തിൻ്റെ സ്ഫുടം ചതയ നക്ഷത്രത്തിലായാൽ ഇത്രയൊക്കെയാണ് താടിയിലുണ്ടാകുന്ന രോഗങ്ങൾ, കണങ്കാലിനുണ്ടാകുന്ന നീര്, ഒടിവ്, പൊട്ടൽ, കണങ്കാലിലെ മാംസപേശിയിലുണ്ടാകുന്ന രോഗങ്ങൾ, രക്തവാഹനം ഉണ്ടാകുന്ന രോഗങ്ങൾ, സന്നിപാത ജ്വരം, ഹൃദയസ്തംഭനം, രക്തസമ്മർദ്ദം, മുടന്ത്, വേംസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, പുഴുക്കടി, ചൊറിച്ചിൽ, അലർജറ്റിക് വിഷയങ്ങൾ, കുഷ്ഠം മുതലായ ത്വക്ക് രോഗങ്ങൾ, അംഗഛേദം, പ്രമേഹം, ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും, കുറേ രോഗങ്ങൾ ഇതിനകത്ത് ചതയത്തിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങൾ നോക്കാം. സ്വസ്ഥമാവണ്ടേ, വേണ്ടേ? അപ്പോൾ ആദ്യം നമുക്ക് മോക്ഷത്തിലേക്കൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മനസ്സ് അതിനനുസരിച്ച് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പം എന്താ ചെയ്യുക? നമുക്ക് ആദ്യം ക്ഷേത്ര ദർശനം, ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന ക്ഷേത്രം, പ്രത്യേകിച്ച് താന്ത്രിക ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഏത് ക്ഷേത്രത്തിലാണ് പോകേണ്ടതെന്ന് നോക്കാം. അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ശതാഭിഷേക നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഉജ്ജയിനിലുള്ള കാലഭൈരവ ക്ഷേത്രമാണ് ശതാഭിഷേക നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം. 100 നക്ഷത്രങ്ങൾ, 100 സ്റ്റാർസിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് കാലഭൈരവ ക്ഷേത്രം ഉജ്ജയിൻ. അതുപോലെ തന്നെ കാലഭൈരവ ക്ഷേത്രം വാരണാസിയിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് കാലഭൈരവ ക്ഷേത്രം ഉജ്ജയിനിലാണ്. കാരുണ്ഡക്കുഴലിയമ്മനും ശ്രീ അഗ്നീശ്വര സ്വാമിയും കൂടി ഇരിക്കുന്ന തിരുപ്പങ്കലൂരിലുള്ള കുംഭകോണത്തിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് സതയം അല്ലെങ്കിൽ ശതാഭിഷ് എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വളരെ വിശദമായിട്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ചതയ നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്ത്രീകൾ പ്രത്യേകിച്ചും അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഈ ചതയ നക്ഷത്രക്കാർ. സ്ത്രീകൾ ഞാൻ പ്രത്യേകം എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.